മാഷേ, ഒരു 10 രൂപ തരാമോ? ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് ക്ലാസ്സിൽ നിന്നും ഇറങ്ങുമ്പോഴായിരുന്നു എൻ്റെ സ്റ്റുഡൻ്റായ അബ്ദു എന്നോട് വന്ന് ചോദിച്ചത്. 10 രൂപ? എന്തിനാ നിനക്കിപ്പോൾ പൈസ? ഞാൻ അവനോട് ചോദിച്ചപ്പോഴായിരുന്നു തൊട്ടടുത്ത ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ വന്നുകൊണ്ട് പറഞ്ഞത്, പൈസ ഒന്നും കൊടുക്കില്ല സാറേ, വീഡിയോ സിഗരറ്റ് വലിക്കാനാവും കുട്ടികൾ മുഴുവൻ മഹാമോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആണോടാ? തെല്ലു കനത്തിൽ ഞാൻ അവനോട് ചോദിച്ചതും അവൻ്റെ ശരീരം ഒന്ന് വിറച്ചു. അവൻ്റെ നോട്ടം നിലത്തേക്ക് പോയിരുന്നു. പൈസ ഒന്നുമില്ല, പോയി പഠിക്കാൻ നോക്ക്. വല്ല കച്ചറയും കൊണ്ട് നടക്കാൻ ഉദ്ദേശമെങ്കിലേ എൻ്റെ ചൂരലിലെ ചൂട് നീ അറിയും. അവനോട് കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞതും അവൻ ക്ലാസ്സിലേക്ക് തന്നെ കയറിപ്പോയി. ക്ലാസ്സിലെ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു അവൻ. അങ്ങനെ വലിയ അലമ്പൊന്നും കാണിക്കാത്തവൻ. അവൻ ക്ലാസ്സിലുണ്ടെന്ന് പോലും അറിയാറില്ല. എന്നാലും അവൻ എന്തിനായിരിക്കും 10 രൂപ? എൻ്റെ മനസ്സിൽ ആ ചോദ്യം വല്ലാതെ നിറഞ്ഞു വന്നു. ടീച്ചർ പറഞ്ഞ പോലെ എൻ്റെ കുട്ടികൾ സിഗരറ്റ് വീഡിയോ വലിക്കാറുണ്ടോ? മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾ മൂത്രപ്പുരയുടെ അടുത്ത് നിന്നും വലിക്കാറുള്ളത് സ്കൂളിൽ പാട്ടാണ്. പക്ഷേ 8ാം തരത്തിലുള്ള എൻ്റെ കുട്ടികൾ കുറെ ആലോചിച്ചു. അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പാത്രം കഴുകാനായി ടാപ്പിൻ്റെ അടുത്തേക്ക് പോയത് ഇത്തിരി വൈകിയായിരുന്നു. കുട്ടികളുടെ ക്ലാസ് ടെസ്റ്റിൻ്റെ പേപ്പർ നോക്കാനുണ്ടായിരുന്നു. അങ്ങോട്ട് എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവസാന കുട്ടിയും പോവാനെന്നോണം അങ്ങോട്ട് നോക്കി നിൽക്കുന്ന അബ്ദുവിനെ ഞാൻ കണ്ടു. അവനെ കണ്ടതും അവൻ രാവിലെ ചോദിച്ച 10 രൂപയുടെ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഇവൻ എന്തിനാ എവിടെ തന്നെ നിൽക്കുന്നതെന്ന് ഓർത്ത് പതിയെ മുന്നോട്ട് നടക്കുമ്പോഴാണ് അവന് ചുറ്റിലുമുള്ളവർ ആരും അവനെ ശ്രദ്ധിക്കുന്നില്ല എന്നുറപ്പ് വരുത്തി പൈപ്പിൻ്റെ അടുത്തേക്ക് നടന്നത്. അവരുടെ ഇടയിൽ നിന്ന് വെള്ളം കുടിക്കുന്നതിനുള്ള അഭിമാനബോധമായിരിക്കാം. പൈപ്പ് തുറന്ന് വിശപ്പടങ്ങോളം അവൻ അതിലെ വെള്ളം കുടിച്ചു. അബു, ഇന്ന് ഉച്ചക്ക് ചോറ് കൊണ്ടുവന്നില്ലേ? അവനടുത്തേക്ക് എത്തിയതും ഞാൻ അവനോട് ചോദിച്ചു. അവന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി എന്നെ തന്നെ നോക്കി നിന്നു. അവനെ കള്ളം പിടിക്കപ്പെട്ടതുപോലെ. ഇന്ന് ഭക്ഷണം കഴിച്ചില്ലേ? ഞാൻ അവനോട് വീണ്ടും ചോദിച്ചു. ഇല്ല എന്ന പോലെ അവൻ തലയാട്ടി നിലത്തേക്ക് നോക്കിക്കൊണ്ട്. അതെന്തേ? ഉമ്മ ഹോസ്പിറ്റലാണ്, ചോറുണ്ടാക്കി തരാൻ വീട്ടിൽ ആരുമില്ല, കയ്യിലൊരു 10 രൂപ തന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ. അവനതെന്നോട് പറഞ്ഞു. എന്നിട്ട് എന്താ കഴിക്കാഞ്ഞേ? ഞാൻ അവനോട് ചോദിച്ചു. ജമാലിന് ബോക്സ് ഇല്ല, അവന് ഉപ്പ ഇല്ലല്ലോ, ഉമ്മ കൊടുത്ത 5 രൂപയെ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഇന്നും ബോക്സ് വാങ്ങിയില്ലെങ്കിൽ ചൂരൽ കൊണ്ട് നല്ല അടി കിട്ടും, ക്ലാസ്സിൽ നിന്നും പുറത്താക്കുമെന്ന കണക്ക് സാർ അവനോട് പറഞ്ഞിരിക്കുന്നേ. എൻ്റെ കയ്യിൽ 10 രൂപ ഞാൻ അവന് കൊടുത്തു. ഇന്നൊരു നേരം പട്ടിണി കിടന്നാൽ പോരെ ഞാൻ? അവൻ പറഞ്ഞതും എൻ്റെ മേലാകെ ഒരു തരിപ്പ് കയറി. എൻ്റെ ക്ലാസ്സിലെ അവൻ്റെ കൂട്ടുകാരന് വേണ്ടിയാണ് ഒരു 10 രൂപയ്ക്ക് വേണ്ടി അവൻ എൻ്റെ മുന്നിൽ കൈ നീട്ടിയത്. നീ വായോ, എന്തേലും ഞാൻ വാങ്ങിച്ചു തരാം. ഞാൻ അവനെ കുറ്റബോധം പേറിയ മനസ്സുമായി ചോറ് വാങ്ങിച്ചു കൊടുക്കാനായി വിളിച്ചു. വേണ്ട മാഷേ, വിശപ്പൊതുങ്ങി, ഇനി കഴിച്ചാ ഒന്നും ഇറങ്ങൂല. അവന് പുഞ്ചിരിച്ചുകൊണ്ട് വെള്ളം കുടിച്ചു വീർത്ത വയറ് കാണിച്ചു പറഞ്ഞു. എന്നോട് മറ്റൊന്നും പറയാതെ തിരിഞ്ഞു നടക്കുന്നതിന് തന്നെ ഞാൻ നോക്കി നിന്നു. എല്ലാവരെയും ഒരുപോലെ ഒരൊറ്റ കണ്ണുകൊണ്ട് കാണരുതെന്ന സന്ദേശം പോലെ. അതിലുപരി അവൻ്റെ സൗഹൃദം അവനെത്രമാത്രം വിലപ്പെട്ടതാണെന്ന പാഠവും.